ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അരിയൊന്നും കുതിർക്കാതെ ഒരു 10 മിനിറ്റിൽ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് വന്നിട്ടുള്ളവരോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഈ ഉണ്ണിയപ്പത്തിലേക്കായിട്ട് ഞാനൊരു 1/2 കിലോഗ്രാം ശർക്കര എടുക്കുന്നുണ്ട്. അത് ആദ്യം ഒന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. അത് മെൽറ്റാവുന്ന സമയത്ത് ഇതിലേക്കുള്ള അരിപ്പൊടിയൊക്കെ അളന്നെടുക്കാം. 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൈദാമാവും 1/4 കപ്പ് ഗോതമ്പ് മാവ് കൂടി ചേർക്കുന്നുണ്ട്. ഒരു 2 നുള്ളു ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ചൂടോടെ തന്നെ ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര മെൽറ്റാവുന്ന നേരത്ത് ഇതിലേക്കുള്ള ഏലക്കയൊക്കെ ഒന്ന് പൊടിച്ച് വയ്ക്കാം. അപ്പോൾ ഒരു 6 ഏലക്കയും ഒരു 2 സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ചെറിയ പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ മൈസൂർ പഴമാണ് ചേർത്തിട്ടുള്ളത്. 2 ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത്. അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ശർക്കരപ്പാനി നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നപ്പോൾ ഇനി ഇത് ഈ മാവിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ചൂടോടെ തന്നെ ഒഴിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ മാവ് കട്ട പിടിക്കും. അതുകൊണ്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കണം. ഇതേപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട് വേഗത്തിലങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. ശർക്കരപ്പാനി നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. മധുരം കുറവ് മതിയെങ്കിൽ ഒരു 450 ഗ്രാം ശർക്കര മതിയാവും. ബാക്കി വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ശർക്കരപ്പാനിയും കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള തേങ്ങാക്കൊത്തൊന്ന് ഫ്രൈ ആക്കാനായിട്ട് ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്തും മൂപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോഴും ഇത് കുറച്ചൊന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്കൊരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പഴത്തിൻ്റെയും പഞ്ചസാരയും ഏലക്കയോടെ അരച്ച് വെച്ചിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചൂടാക്കി എടുത്തിട്ടുള്ളത്. നന്നായിട്ട് എണ്ണ ചൂടാകുമ്പോൾ ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു സൈഡാകുമ്പോൾ ഒരു പപ്പടം കുത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ ഉണ്ണിയപ്പവും റെഡിയാക്കി എടുക്കാം. വളരെ ഈസിയാണ്. നമുക്ക് അരിയൊന്നും കുതിർക്കാതെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ശർക്കരപ്പാനിയൊക്കെ റെഡിയാവുന്ന നേരത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സാക്കി എടുക്കാൻ പറ്റും. ഇതിലേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടെ തരി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് റവയൊന്നും ചേർത്തിട്ടില്ല. റവ ചേർക്കുമ്പോൾ എണ്ണ ഒട്ടും കുടിക്കാതെ തന്നെ കിട്ടും. ഇതും എണ്ണ കുടിക്കാതെയൊക്കെ നല്ല പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വൈകുന്നേരത്ത് ചായയോടൊപ്പമൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്